നിങ്ങൾ SFIക്കാരല്ലേ, അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഇന്ന് രാവിലെ എത്ര ഗ്ലാസ് ചോര കുടിച്ചാണ്, അതിന് SFI മുൻകൈ എടുക്കണം. അതുകൊണ്ട് ജൻസി വിദ്യാർത്ഥികളടക്കം SFIയുടെ ഭാഗം. ഏത് വിദ്യാർത്ഥിക്കും സ്വയമായ ഒരു ആത്മാഭിമാനമുണ്ട്. അങ്ങനെയും അപകടമുണ്ട്. ഒരു മുദ്ര കുത്തൽ കുട്ടികൾക്ക് നേരെ ഉണ്ടാകാൻ പാടില്ല. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് സ്റ്റുഡന്റ് ലൈവിൽ നമ്മളോടൊപ്പം ഉള്ളത് മുൻ SFI DYFI പ്രവർത്തകനായി പ്രവർത്തിച്ചിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ജയരാജേട്ടനാണ്. ഇപ്പോൾ ജയരാജേട്ടനെ ഏറെ സ്നേഹത്തോടു കൂടി നമ്മുടെ സ്റ്റുഡന്റ് ലൈവിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ SFI കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു അന്നത്തെ വെല്ലുവിളികളും അന്നത്തെ കാലത്തെ വിദ്യാർത്ഥി സംഘടനാ ജീവിതത്തിൽ എങ്ങനെയാണ് ഇതിനെ നേരിട്ടിട്ടുള്ളത് എന്നുള്ളതിനെ പറ്റിയാണ് ആദ്യം ചോദിക്കാനുള്ളത്. SFIയുടെ പ്രവർത്തനമാണ് ഞങ്ങളെപ്പോലുള്ളവരെ പൊതുരംഗത്ത് തെറ്റിനെതിരെ പ്രതികരിക്കാൻ കഴിയുന്ന തൻ്റെടികളാക്കി മാറ്റിയത്. അടിയന്തരാവസ്ഥയിലായിരുന്നു പെരളശ്ശേരി ഗവൺമെൻറ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥി ജീവിതം. അന്ന് പെരളശ്ശേരി, പിണറായി തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ എല്ലാ ജനാധിപത്യ അവകാശങ്ങളും കവർന്നെടുത്തുകൊണ്ട് CPIM പ്രവർത്തകന്മാരെയും നേതാക്കളെയും വേട്ടയാടുന്ന കാലം. ഇന്ദിരാഗാന്ധിയുടെ അമിതാധികാര വാഴ്ച. അന്ന് കോൺഗ്രസിൻ്റെ DCC പ്രസിഡന്റ് N രാമകൃഷ്ണനായിരുന്നു. അദ്ദേഹം ജില്ലാ പോലീസ് മേധാവിയുടെ വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ട് CPIM വേട്ടയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കാലം. കോൺഗ്രസിൻ്റെ ഗുണ്ടകളും പോലീസിലെ കാക്കിധാരികളായ ഗുണ്ടകളും ചേർന്നുകൊണ്ടുള്ള വേട്ടയുടെ കാലം. അന്ന് AKG ജീവിച്ചിരിക്കുമ്പോൾ തന്നെ AKGയുടെ പേരിൽ ഒരു വായനശാല പെരളശ്ശേരി ഉണ്ടായിരുന്നു. അത് വേറെ എവിടെയുമില്ല. ജീവിച്ചിരിക്കുമ്പോൾ ഒരാളുടെ പേരിൽ ഒരു വായനശാല. ആ വായനശാലയിൽ പോലീസിൻ്റെ ക്രിമിനൽ സ്വഭാവമുള്ളവരും കോൺഗ്രസ് ഗുണ്ടകളും കയറി തകർക്കുകയും പുസ്തകങ്ങൾ കത്തിക്കുകയും ചെയ്തു. ഗാന്ധിജിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന പുസ്തകം, നെഹ്റുവിൻ്റെ അച്ഛൻ മകൾക്കയച്ച കത്ത് അടക്കം ഉൾക്കൊള്ളുന്ന പുസ്തകം, ഇതെല്ലാം കത്തിച്ച കൂട്ടത്തിലുണ്ട്. ഈ വിവരമറിഞ്ഞ് AKG ആശുപത്രിയിൽ നിന്ന് പെരളശ്ശേരി സന്ദർശിക്കാൻ വരികയാണ്. AKGയുടെ സ്വന്തം നാടാണല്ലോ പെരളശ്ശേരി. AKG അന്ന് പെരളശ്ശേരിയിൽ വരുന്നു എന്ന വിവരം അറിഞ്ഞപ്പോൾ ഞാനൊക്കെ വിദ്യാർത്ഥിയാണല്ലോ. ഹൈസ്കൂൾ കോമ്പൗണ്ടിലൂടെ AKGയെ കാണാൻ വേണ്ടി എത്തിച്ചേർന്നു. എൻ്റെ വീടും ഹൈസ്കൂളും തമ്മിലൊരു 100 മീറ്റർ അകലം മാത്രമേ ഉള്ളൂ. അപ്പം അന്ന് AKG പോലീസ് മേധാവിയോട്, ജില്ലാ പോലീസ് മേധാവിയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഈ പുസ്തകങ്ങളൊക്കെ കത്തിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ റോഡിലുണ്ട്. അദ്ദേഹം അന്നത്തെ പോലീസ് മേധാവിയോട് പറയുന്നത്, തൻ്റെ നേതൃത്വത്തിൽ പെരളശ്ശേരിയിലുള്ള പാർട്ടി പ്രവർത്തകരെയും ഈ വായനശാലയും എല്ലാം ആക്രമിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടാണ് വരുന്നത്. ഇനിയെങ്ങാൻ പാർട്ടി സഖാക്കളുടെ മേൽ പോലീസിൻ്റെ കൈ പതിഞ്ഞാൽ ഞാൻ തൻ്റെ ആഫീസിന് മുമ്പിൽ കുത്തിയിരിക്കും. രൂക്ഷമായ വാക്കുകളിലായിരുന്നു AKGയുടെ വിമർശനം. അടിയന്തരാവസ്ഥയിൽ പാർലമെൻറ്റിൽ പോയി പെൺ ഹിറ്റ്ലർ ഇന്ത്യയിൽ ജനിച്ചിരിക്കുന്നു എന്ന് ഇന്ദിരയുടെ മുഖത്ത് നോക്കി പറയാൻ തൻ്റെ ഇടം കാട്ടിയ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്. AKGയുടെ പോലീസ് മേധാവിയോടുള്ള സംസാരം കേട്ടപ്പോൾ അറിയാതെ ഞാൻ AKG സിന്ദാബാദ് എന്ന് വിളിച്ചുപോയി. ഏറ്റുവിളിക്കാൻ വരെ അധികം ആളൊന്നുമില്ല. അന്ന് പുരുഷന്മാർക്ക് റൂട്ടിലേക്ക് വരാൻ കഴിയില്ല, കാരണം എല്ലാവരെയും പിടിച്ചു കൊണ്ടുപോവുകയാണ്.
അന്ന് മനസ്സിൽ തോന്നിയ ഇത്തരം തെറ്റുകൾക്കെതിരായിട്ടുള്ള പ്രതികരണങ്ങൾ പിന്നീട് SM കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും തുടർന്ന് നിർമ്മലഗിരി കോളേജിൽ BSc മാത്തമാറ്റിക്സിന് പഠിക്കുമ്പോഴും തുടർന്ന് LLBക്ക് ലോ അക്കാഡമി ലോ കോളേജിൽ പഠിക്കുമ്പോഴുമെല്ലാം SFIയുടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ ഉടനീളം മനസ്സിനെ ഈ ചിന്ത നയിച്ചിരുന്നു. SFI എന്ന യഥാർത്ഥത്തിൽ അനീതിക്കെതിരെ പോരുതുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. അക്കാലത്ത് സമ്മേളനങ്ങളിൽ വിദ്യാർത്ഥി പ്രതിനിധികളായി പങ്കെടുക്കുന്ന സമയത്ത് വളരെ ആവേശത്തോടു കൂടിയാണ് പങ്കെടുത്തിരുന്നത്. ക്യാമ്പസുകളെ രാഷ്ട്രീയവൽക്കരിക്കുക എന്നത് പ്രധാനമാണ്. ഞാനന്ന് SFIയുടെ കൂത്തുപറമ്പ് ഏരിയ ഭാരവാഹി, ജില്ലാ കമ്മിറ്റി, ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന ഭാരവാഹി എന്നീ നിലകളിലെല്ലാം പ്രവർത്തിക്കുമ്പോൾ വിദ്യാർത്ഥി രംഗത്ത് ഒരുപാട് സഹപ്രവർത്തകരായ സഖാക്കളെ ലഭിക്കുകയുണ്ടായി. അവരെല്ലാമായിട്ടുള്ള ഇൻറ്റിമസി പ്രധാനമാണ്. അത് പിന്നീടുള്ള പൊതുപ്രവർത്തനത്തിനും സഹായകരമായിരുന്നു. അക്കാലത്ത് SFI പ്രവർത്തകന്മാരുടെ വീടുകളിലാണ് SFIക്കാർ താമസിക്കാറ്. ഞാനൊക്കെ നിർമ്മലഗിരി കോളേജിലെ മറ്റ് സഹപാഠികൾ താമസിച്ചിരുന്ന ലോഡ്ജുകളിൽ അവരുടെ കൂടെ നിരവധി ദിവസങ്ങൾ താമസിച്ച് സംഘടനാ പ്രവർത്തനം നടത്തിയ അനുഭവമുണ്ട്. ഒന്നിച്ച് ഭക്ഷണം പാചകം ചെയ്യുക, ഭക്ഷണം കഴിക്കുക. യഥാർത്ഥത്തിൽ വിദ്യാർത്ഥി ജീവിതമാണ് SFI പ്രവർത്തന കാലയളവിലാണ് സഹപ്രവർത്തകരായ സഖാക്കളുമായിട്ടുള്ള ആത്മബന്ധമുണ്ടായത്. നിർമ്മലഗിരി കോളേജിൽ പഠിക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി 2 തവണ ഞാൻ മത്സരിച്ചു. 2 തവണയും വിജയിക്കുകയുണ്ടായി. അക്കാലത്ത് SFI നിർമ്മലഗിരിയിൽ വിജയിക്കാറില്ല. ആദ്യമായിട്ടാണ് ഒരു കൗൺസിലർ സ്ഥാനത്തേക്ക് ഒരാൾ ജയിക്കുന്നത്. ആ സമയത്തും യൂണിയനിൽ ഭൂരിപക്ഷം KSUവിനായിരുന്നു. അന്ന് SFI പ്രവർത്തകൻ എന്ന നിലയിൽ ഞാനും ചില പ്രവർത്തകരും ചേർന്ന് സഹപാഠികളുടെ വീടുകളിൽ പോയി വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട്. അതിന്നും ഓർമ്മയിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അത്തരം വീടുകളിൽ നടത്തിയ സന്ദർശനം. ഞങ്ങൾക്കൊരു പരിചയവുമില്ലാത്ത പ്രദേശം, ആകെ പരിചയം എന്ന് പറയുന്ന കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അവർ. ഒന്നുകിൽ ജൂനിയറാണ് അല്ലെങ്കിൽ സീനിയറാണ്. അവരുടെ വീടുകളിൽ പോകുമ്പോൾ ആ വീട്ടിലുള്ള സഹപാഠികൾ, അവരുടെ വീട്ടിൻ്റെ രാഷ്ട്രീയമൊന്നും ഞങ്ങൾക്കറിയില്ല, അവർ നല്ലതുപോലെ സ്വീകരിച്ചു. കാരണം ഒരു സഹപാഠികൾ തമ്മിലുള്ള ഒരു ബന്ധമുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ഓർമ്മകൾ സൂക്ഷിക്കാൻ പറ്റുന്നതാണ് ക്യാമ്പസിലെ സംഘടനാ പ്രവർത്തനവും അക്കാലത്തെ വിദ്യാർത്ഥികളുമായിട്ടുള്ള ബന്ധവും. പൊതുവെ SFI സമരസജ്ജമാണ്. അതുകൊണ്ട് തന്നെ അക്കാലത്ത് നിരവധി പോരാട്ടങ്ങളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പോരാട്ടങ്ങളിൽ പങ്കെടുത്തതിൻ്റെ ഫലമായി പോലീസിൻ്റെ മർദ്ദനവും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്, ജയിൽവാസവും വരിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്തും ഞങ്ങൾക്കൊന്നും ലെവലേശം നിരാശയോ മറ്റ് സമരത്തിൽ പങ്കെടുത്തത് കൊണ്ടുള്ള വിഷമമൊന്നും ഉണ്ടായിട്ടില്ല. അതിലെ ഒരു സന്ദർഭം, ഞാൻ SFIയുടെ പ്രവർത്തകനായിരിക്കെ പെരളശ്ശേരി CPIMൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KK നാരായണൻ, അന്ന് പേരൽ കോളേജിലെ വിദ്യാർത്ഥികൾ ബസ്സിൽ കൺസെഷൻ അനുവദിക്കുന്നതിനു വേണ്ടിയുള്ള സമരം നടത്തിയ ദിവസം, അപ്പോൾ പെരളശ്ശേരി സ്കൂളിൻ്റെ മുമ്പിൽ ബസ് തടഞ്ഞ് കുത്തിയിരിപ്പ് സമരം. ആ സമരം നടക്കുന്നത് അറിഞ്ഞ് അവിടെ എത്തിയതാണ് KK നാരായണൻ. അപ്പോൾ അന്നത്തെ പോലീസിൻ്റെ ചക്കരക്കല്ല് മേധാവിയായ, പോലീസ് സ്റ്റേഷനിലെ മേധാവിയായ ഉദ്യോഗസ്ഥൻ വന്നിട്ട് KK നാരായണൻ്റെ കഴുത്തിന് പിടിക്കാൻ തുടങ്ങി. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്, കയ്യേറ്റം ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഞാൻ അറിയാതെ തന്നെ ആ
ഓഫീസറുടെ കഴുത്തിന് ഞാനും പിടിച്ചു. അപ്പം അന്ന് നമുക്ക് ആകെയുള്ള ഒരു ചിന്ത പാർട്ടിയുടെ ഒരു നേതാവിനെ പോലീസുകാർ കയ്യേറ്റം ചെയ്യുന്നു, ആ പോലീസുകാരനെ വിടാൻ പാടില്ല എന്നാണ്. എന്നെയും KK നാരായണനെയും രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അന്ന് അടിയും തന്നു. പക്ഷെ KK നാരായണൻ വളരെ ഉശിരോടുകൂടി പോലീസ് ഉദ്യോഗസ്ഥനുമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. അപ്പോൾ അത്തരം ഒരുപാട് സന്ദർഭങ്ങൾ പോലീസ് അതിക്രമങ്ങളുടെയും KSUവിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള അക്രമത്തിൻ്റെയും ഒക്കെ അനുഭവമുണ്ട്. നിർമ്മലഗിരി കോളേജിലുണ്ടായിട്ടുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത്, ഞാൻ യൂണിവേഴ്സിറ്റി കൗൺസിലറാണ്. അന്ന് SFIയുടെ യൂണിറ്റ് പ്രസിഡന്റ് ഒരു മാനുവലുണ്ട്. മാനുവൽ പിന്നീട് PGക്കൊക്കെ റാങ്ക് കിട്ടിയ മിടുക്കനാണ്. അദ്ദേഹം പിന്നെ കോളേജിൽ അധ്യാപകരായി. ആ മാനുവലിനെ അകാരണമായി സസ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇതൊട്ടും ഇഷ്ടപ്പെട്ടില്ല വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായ ഞങ്ങൾക്കൊന്നും. ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം പഠിപ്പിൽ അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് മാനുവലിൻ്റെ ഭാഗത്തുനിന്ന് പറയാനില്ല. SFI പ്രവർത്തകനായിപ്പോയി എന്ന ഒറ്റ കാരണമേ ഉള്ളൂ. പിന്നെ ഉടൻ അനിശ്ചിതകാല സത്യഗ്രഹം നമ്മളങ്ങ് ആരംഭിച്ചു. പ്രിൻസിപ്പൽ ഓഫീസിന് മുമ്പിലാണ് സത്യഗ്രഹ സമരം. പോലീസ് വന്ന് പിടിച്ചു കൊണ്ടുപോകാനെല്ലാം നോക്കിയപ്പോൾ ആരും വഴങ്ങിയില്ല. അവസാനം പ്രശ്നം പരിഹരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ മേധാവിയായിരുന്നു പ്രൊഫസർ PV സദാനന്ദൻ. അദ്ദേഹം അക്കാലത്ത് ഏറ്റവും സീനിയറായ അധ്യാപകനാണ്. അന്ന് പ്രിൻസിപ്പൽ പ്രൊഫസർ ഒരു ഈനാശുവാണ്. ഞാൻ ഇവർ രണ്ടാളും പ്രിൻസിപ്പൽ മുറിയിൽ ഇരിക്കുന്ന സമയത്ത് അവർ രണ്ടാളോടും പറഞ്ഞു, ഞങ്ങളെയൊക്കെ നിങ്ങൾക്ക് കൊല്ലാം, പക്ഷെ മാനുവലിനെ തിരിച്ചെടുക്കണം. മാനുവൽ ഞങ്ങളേക്കാൾ നന്നായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അവസാനം അവർക്ക് വഴങ്ങേണ്ടി വന്നു, തിരിച്ചെടുത്തു. സാധാരണഗതിയിൽ മാനേജ്മെൻറ്റ് അങ്ങനെ വഴങ്ങില്ല. പക്ഷെ പിന്നീട് കാണുന്നത് എന്നെ സസ്പെൻഡ് ചെയ്യുന്നു. എന്നെ സസ്പെൻഡ് ചെയ്തത് അതൊരു വലിയ ജില്ലയിലെ പ്രശ്നമായി. അന്ന് മറുപടി കൊടുക്കാൻ വേണ്ടി ഞാൻ ബാലവക്കീലിൻ്റെ അടുത്ത് പോയി. അന്ന് പിണറായിയാണ്, അന്ന് കൂത്തുപറമ്പ് MLA കൂടിയാണ് അദ്ദേഹം. വിളിച്ചു പറഞ്ഞിട്ടാണ് ബാലവക്കീലിനടുക്ക പോകുന്നത്. അപ്പോൾ ഒരു മറുപടി തന്നു, മറുപടി എഴുതി തയ്യാറാക്കി. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, വളരെ ഭവ്യതയോടുകൂടി ജയരാജൻ പോയിട്ട് അധ്യാപകരെ കാണണം, ഇതൊരു അഭിമാന പ്രശ്നമൊന്നും ആക്കരുത്, നമ്മൾ വിദ്യാർത്ഥികളല്ലേ, അവർ ഗുരുനാഥന്മാരല്ലേ. ഞാൻ ഈ മറുപടി കൊടുത്തു. വക്കീലിൻ്റെ ഉപദേശം സ്വീകരിച്ചില്ല. ഞാൻ പറഞ്ഞ്, ഞാൻ നിങ്ങൾ അടിമയല്ല. അതുകൊണ്ട് ഞാനത് കൃത്യമായിട്ടുള്ള മറുപടിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തോന്നറിയില്ല, കുറച്ച് സസ്പെൻഷൻ തുടർന്നിരുന്നു. അതിനുശേഷം ഒരു 2 ആഴ്ചയാകുമ്പോൾ തിരിച്ചെടുത്തു. പക്ഷെ അവരിലെല്ലാം ഞാൻ അവിടെ നിർമ്മലഗിരി പഠിക്കുമ്പോൾ 1ാം വർഷവും 2ാം വർഷവും മാത്സിനും സ്റ്റാറ്റിസ്റ്റിക്സിനും എൻ്റെ ഓർമ്മ ഓരോ പേപ്പർ വീതമാണെന്നാണ്. ആ 2 വർഷവും എനിക്ക് 100% മാർക്ക് കിട്ടി. 3ാം വർഷം കുറച്ച് മാർക്ക് കുറഞ്ഞിരിക്കും. ഇതവർക്കറിയാം. 2ാം വർഷത്തെ പരീക്ഷ കഴിഞ്ഞ് 3ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴാണ് ഈ പ്രശ്നം. അപ്പോൾ സംഘടനാ പ്രവർത്തനം നടത്തുന്നത് പോലെ തന്നെ പഠനവും ഒന്ന് നന്നായി നടത്തുന്ന ആളാണ് എന്ന ചിന്ത കൂടി അവരെ നയിച്ചിട്ടുണ്ടാവും. പ്രൊഫസർ PV സദാനന്ദനാണെങ്കിൽ നമ്മളെ പിന്നീട് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനടിയിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തവരായ ആളുകളാണ്. അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു ആദ്യകാല കമ്മ്യൂണിസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ MLA ആയപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാൻ തുടങ്ങി. അപ്പോൾ എന്നോട് ചോദിക്കും, എനിക്ക് പഴയതെല്ലാം ഓർമ്മയിട്ടത്, അദ്ദേഹത്തെ വല്ലാതെ ഞാൻ വഴക്കൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അന്നത്തെ അധ്യാപകർ പ്രൊഫസർ PV സദാനന്ദനായാലും CC കൃഷ്ണൻ മാഷായാലും അവരുമായിട്ടൊക്കെയുള്ള ഒരു ഇൻറ്റിമസി ഉണ്ട്. എന്നെ ആകെ ഞെട്ടിച്ച ഒരു സംഭവം എന്ന് പറയുന്നത്, നിർമ്മലഗിരി കോളേജിൽ ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ കന്യാസ്ത്രീകളടക്കമുള്ള പെൺകുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലുണ്ട്. കന്യാസ്ത്രീകൾ വിദ്യാർത്ഥിനികളാണ് അവിടെ. ഹോം സയൻസിലെ BSc ഹോം സയൻസിലൊക്കെ പഠിക്കുന്ന കന്യാസ്ത്രീകളാണ്.
എൻ്റെ സഹപാഠികളുണ്ട് BSc മാത്സിന് പഠിക്കുന്നു. അവരുടെ ഹോസ്റ്റലിൽ പോയി വോട്ട് അഭ്യർത്ഥിക്കാൻ. ഹോസ്റ്റലിലൊന്നും വോട്ട് അഭ്യർത്ഥിക്കാൻ പോകാൻ അനുവദിക്കില്ല അവർ. അപ്പോൾ ഞാനവിടെ എത്തിയപ്പോൾ ഗേറ്റിൻ്റെ അടുത്ത് അവിടുത്തെ സൂപ്രണ്ട് വന്നു. സൂപ്രണ്ട് വന്നപ്പോൾ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് നിങ്ങൾ അവരോട് എൻ്റെ കൂടെ പഠിക്കുന്ന അതൊരു മേരി എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടിയുണ്ട്, അവരെയൊന്ന് കാണാൻ അനുവദിക്കും, എൻ്റെ സഹപാഠിയാണ് അവർ നിങ്ങളൊന്ന് ചോദിച്ചിട്ട് എന്നെ കാണാൻ ആഗ്രഹമില്ലെങ്കിൽ ഞാൻ വരുന്നില്ല എന്ന്. ഞാൻ ഒറ്റക്കായിരുന്നു. അപ്പോൾ ഞാനവിടെ കയറിയപ്പോൾ മേരി മറ്റു കുട്ടികളെയെല്ലാം കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ വന്നു. അപ്പോൾ ഞാൻ വോട്ട് അഭ്യർത്ഥിക്കാൻ ആ തഞ്ചം നോക്കി. അപ്പോൾ നമ്മുടെ സൂപ്രണ്ടിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല, ഹോസ്റ്റൽ സൂപ്രണ്ടിന്. വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞപ്പോൾ അവർ ഒരു കന്യാസ്ത്രീകൾ 2 പേര് എൻ്റെ അടുത്തേക്ക് വന്നു. നിങ്ങൾക്ക് എങ്ങനെ വോട്ട് ചെയ്യാം, നിങ്ങൾ SFIക്കാരല്ലേ, അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഇന്ന് രാവിലെ എത്ര ഗ്ലാസ് ചോര കുടിച്ചു? ഇതാണ് ചോദ്യം. ഞാനങ്ങ് ഞെട്ടിപ്പോയി. വോട്ടിൻ്റെ കാര്യമല്ല, ഞാനങ്ങ് മറന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ മക്കളാണ് SFIക്കാരെന്നും കമ്മ്യൂണിസ്റ്റുകാരെ ആളെ കൊന്നാൽ അതിൻ്റെ ചോര മക്കളെ കൊണ്ട് കുടിപ്പിക്കാറുണ്ടെന്നുമാണ് ഈ പാവ കന്യാസ്ത്രീ എഴുതിയത്. അപ്പം ഞാനന്നേരം അവരോട് ചോദിച്ചു, നിങ്ങൾ വോട്ടിൻ്റെ കാര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ചെയ്തോ, പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഞങ്ങളൊക്കെ ചോര കുടിച്ച് വരുന്നവരാണെന്ന് തോന്നാൻ കാരണം? അല്ല, നിങ്ങൾ മാർക്സിസ്റ്റുകാർ അക്രമകാരികളാണ്, അതുകൊണ്ടാണ് ഞങ്ങളുടെ വീട്ടിൽ കാരണവന്മാരെല്ലാം അത് പറയുന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് വീട്ടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അറിയുന്നതോ ആയ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ചോര കുടിക്കുന്നത് കണ്ട അനുഭവം നിങ്ങൾക്കോ നിങ്ങളുടെ പിതാവിനോ ഉണ്ടോ? അതൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞു, എന്നാൽ ഞങ്ങളൊന്നും അങ്ങനെയല്ല. ഞാൻ എന്നിട്ട് എൻ്റെ കാര്യം പറഞ്ഞു. എൻ്റെ അച്ഛനൊരു നെയ്ത്തൊഴിലാളിയായിരുന്നു. ഇപ്പം അച്ഛനൊരു ചെറിയ കട നടത്തുന്നുണ്ട്. അവരൊന്നും ഒരിക്കലും ആക്രമിക്കാൻ പോയവരല്ല, പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരാണ്. വീട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചെല്ലാം പറയുന്ന കേട്ടിട്ടാണ് ചെറുപ്പത്തിലേ ഞങ്ങളൊക്കെ പാർട്ടിയാണ് പ്രധാനം എന്ന് കണ്ടുവന്നത്. വീടാണെങ്കിൽ പാർട്ടി ഓഫീസിൻ്റെ തൊട്ടടുത്താണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ബീഡി കമ്പനിയാണ്, ദിനേശ് ബീഡി കമ്പനിയാണ്. ഞാൻ ആ കമ്പനിയിൽ ബീഡിക്ക് കെട്ടിക്കൊടുത്തിട്ടുണ്ട് പഠിക്കാൻ പോകുമ്പോൾ, പിന്നെ അതിൻ്റെ ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ. അങ്ങനെയൊക്കെ അനുഭവം എനിക്കുണ്ട്. മാത്രമല്ല, ഞാൻ ആ കമ്പനിയിൽ പത്രമൊക്കെ ആഴ്ചപ്പതിപ്പൊക്കെ വായിച്ചു കൊടുക്കാറുണ്ട്. എന്നാൽ അവരൊന്നും ഒരിക്കലും ചോര കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെ മനസ്സിലുള്ളത് മാറ്റണം, നമുക്കിനിയും കാണാലോ എന്ന് പറഞ്ഞ് ആ സംഭാഷണം നിർത്തി. പിന്നെ ഞാൻ എപ്പോഴും ആ 2 കന്യാസ്ത്രീകളെയും, അവർ BSc ഹോം സയൻസ്, ഞാൻ ഫൈനൽ ഇയറാണ്, അവർ സെക്കൻഡ് ഇയറാണ്, അവരെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഉടനീളം അടുത്ത് പോയി പെരുമാറും, അവർ സംസാരിക്കും. എന്ന് പറഞ്ഞാൽ അക്കാലത്ത് SFIയെക്കുറിച്ച് ചില പരമ്പരാഗത കോൺഗ്രസ് കുടുംബങ്ങളിലെ വിദ്യാർത്ഥികളുടെ മനസ്സിലുള്ള പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രചാരവേലയാണ്. ഇന്ന് നിങ്ങൾ നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായി നടത്തുന്ന പ്രചാരവേലയിൽ പലതും അത്തരത്തിൽ രൂപപ്പെട്ടു വരുന്നതാണ്. എത്രയോ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ അഴിമതിക്കാരായി ചിത്രീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സത്യവുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ്. ഇപ്പം ഏറ്റവും ഒടുവിലത്തെ ഒരു അനുഭവം എടുക്കാം. ആ വയനാട് ദുരന്തത്തിൽ 178 കുടുംബങ്ങൾക്ക് വീടിൻ്റെ താക്കോല് നൽകിക്കഴിഞ്ഞു. അവിടെ കുറച്ചും കൂടി പണി നടത്താൻ ബാക്കിയുണ്ട്. താമസം തുടങ്ങിയില്ല, അടുത്ത ദിവസം തുടങ്ങും. അങ്ങനെ വന്ന വീടുകൾ പണിത് 410 എത്തിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നതിനിടയിൽ ഒരു വീടിൻ്റെ, അതും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന വീട്, താക്കോല് ഏൽപ്പിച്ച വീടല്ല, ഒരു വീടിൻ്റെ ചുമരിൽ വിള്ളൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ കാണുക അത് 2ആയിട്ട് വേർപെട്ടു. അപ്പോൾ കോൺക്രീറ്റ് ആണെങ്കിൽ മുകളിൽ നിന്ന് വെള്ളം താഴോട്ട് വരുന്നുണ്ട്, അങ്ങനെയാണ് നമ്മൾ കരുതുക. വിള്ളൽ എന്ന് പറഞ്ഞാൽ അതാണ്. എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് 2ആയി വിള്ളലുണ്ടായിട്ടുണ്ട്, അതിലൂടെ മുകളിലോട്ട് നമുക്ക് കാണാൻ കഴിയും. അതാണ് വിള്ളൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സംബന്ധിച്ച്
പച്ച നുണ വാർത്തയായി കൊടുത്ത മാധ്യമങ്ങളുടെ ആ കള്ളത്തരം തുറന്നു കാട്ടാൻ വേണ്ടി രാജൻ മിനിസ്റ്റർ അവിടെ പോയി. എല്ലാവർക്കും കാണാവുന്നതാണ്. ചുമര് മേലെ സൂര്യപ്രകാശമൊന്നും അതിൻ്റെ വിള്ളലുണ്ടായിട്ട് കാണാൻ കഴിയുന്നതല്ല. അത് യഥാർത്ഥത്തിൽ ലീക്ക് ഉണ്ടോയെന്ന് നോക്കാൻ, കോൺക്രീറ്റ് ചെയ്താലും വെള്ളം കനിയുന്നു എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, അങ്ങനെ വല്ലതും ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റിന് ശേഷം ഒരു ടെസ്റ്റ് നടത്തുന്നതാണ്. അങ്ങനെ ഒരു 4-5 ടെസ്റ്റ് ഉണ്ടെന്നാണ് സാങ്കേതിക വിദഗ്ധന്മാർ പറയുന്നത്. അതെ, അപ്പൊ അങ്ങനെ ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടി അടയാളപ്പെടുത്തിയ മാർക്കാ അത്. അപ്പൊ ആ മാർക്കിനെയാണ് വിള്ളലെന്ന് പറയുന്നത്. അപ്പോൾ എഞ്ചിനീയർമാർ അത് കൃത്യമായി മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നിട്ടും തെറ്റായ വാർത്ത കൊടുത്ത മാധ്യമങ്ങൾ തിരുത്തുന്നില്ല. കെ രാജൻ അവിടെ പോയപ്പോൾ രാജൻ അത് ചുമര് ആ മാർക്ക് മായ്ച്ചു കളയുന്ന വിധത്തിൽ മാധ്യമങ്ങളെ ബോധ്യപ്പെടുത്തി. മായ്ച്ചു കളഞ്ഞപ്പോൾ ആളുകൾക്കെല്ലാം ബോധ്യമായി, ജനങ്ങൾക്ക് ബോധ്യമായി. വെള്ളലെന്ന് പറയുന്നത് ഉണ്ടായിട്ടില്ല. വെള്ളലും മാർക്കും രണ്ടാണല്ലോ. അത് സംബന്ധിച്ച് പിന്നീട് എന്താ മാധ്യമങ്ങളിൽ ചിലർ സ്വീകരിച്ച സമീപനം, മാധ്യമങ്ങൾ സ്വീകരിച്ച സമീപനം മാത്രമല്ല, പ്രതിപക്ഷ നേതാവും യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് സ്വീകരിച്ച സമീപനം എന്താ? പരിഹസിക്കുകയല്ലേ. ചാണ്ടി ഉമ്മൻ പറഞ്ഞു നമുക്കൊരു പുതിയ നിർമ്മാണ തൊഴിലാളിനെ കിട്ടി. പ്രതിപക്ഷ നേതാവും ആ മട്ടിൽ മന്ത്രിന്റെ ജോലിയാണോ ഇതുപോലെയുള്ള ഒരു കോൺക്രീറ്റിന്റെ അവിടെ വിള്ളലുണ്ടായാൽ അത് മായ്ച്ചു കളയുന്ന പണി? എന്താ വേണ്ടാത്തീനം കാണിക്കുന്നത്? രണ്ടും പരിഹസിക്കുന്നതാണ് രാജൻ മന്ത്രി. എന്നാൽ രാജൻ അതിനോട് സ്വീകരിച്ച സമീപനം എന്താ? അദ്ദേഹം പറഞ്ഞു, ഞാൻ തൊഴിലാളിയെന്ന് പരിഹസിച്ച വാക്കുകളിലൂടെ കോൺഗ്രസിൻ്റെ സമീപനത്തെ സ്വാഗതം ചെയ്യും. തൊഴിലാളി ആവുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇവിടെയാണ് ലെനിൻ പറഞ്ഞിട്ടുള്ള പ്രസക്തമായിട്ടുള്ള കാര്യം നമ്മൾ കാണേണ്ടത്. ലെനിൻ പറഞ്ഞു, തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് കീഴിൽ ഒരു പാചക തൊഴിലാളി പോലും ഭരിക്കാൻ കഴിവുള്ളയാളായി തീരും. അപ്പോൾ തൊഴിലാളികൾ മോശക്കാരല്ല. തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ നോയിഡയിൽ സമരം നടത്തുന്നവർ മോശക്കാരാണെന്ന് ചിത്രീകരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്റും UP ഗവൺമെൻറ്, ഹരിയാന ഗവൺമെൻറ്റും. അവർക്ക് മിനിമം കൂലി പോലും കൊടുക്കുന്നില്ല. അവരടിമകളെ പോലെ 12 മണിക്കൂർ ജോലി ചെയ്യിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെയും BJPയുടെയും കാഴ്ചപ്പാട് തൊഴിലാളികൾ നികൃഷ്ട ജീവികളാണ് എന്നാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ കാഴ്ചപ്പാട് തൊഴിലാളിയുടെ അധ്വാനത്തിൻ്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇത്തരം നുണകൾ പഴയ കാലത്ത് പഴയ രീതിയിൽ, ഇപ്പോൾ പുതിയ രീതിയിൽ വരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. SFI പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുള്ള കരുത്താണ് പിന്നീട് എനിക്ക് യുവജന രംഗത്ത് പ്രചോദനമായത്. DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ദീർഘകാലം പ്രവർത്തിച്ചിരുന്നു. കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായിരുന്നു. അന്നും അനീതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വിദ്യാഭ്യാസ കച്ചവടത്തിനും അഴിമതിക്കുമെതിരായി അന്നത്തെ UDF സർക്കാരിൻ്റെ കൊള്ളരുതായ്മകൾക്കെതിരായി കൂത്തുപറമ്പിൽ പ്രതിഷേധം പ്രകടിപ്പിച്ചത്. അത് കരികൂടി കാണിക്കാൻ മാത്രമായിരുന്നു അന്നത്തെ സമരം. ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരോടെല്ലാം പറഞ്ഞു, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മന്ത്രി എത്തിക്കഴിഞ്ഞാൽ കരിങ്കൊടി കാട്ടി പ്രകടനമായി തിരിച്ചു പോകും. പക്ഷെ അതൊന്നും ചെവി കൊണ്ടില്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർ. പ്രത്യേകിച്ച് ഹക്കീം ബത്തേരി അവിടെ എത്തിയ ഉടൻ ഞങ്ങളെ തല്ലി. എൻ്റെ തലയിൽ ഒരു 10-13 സ്റ്റിച്ച് ഉണ്ടാകേണ്ടി വന്നത് അന്നത്തെ മർദ്ദനത്തെ തുടർന്നാണ്. തുടർന്ന് വെടിവെക്കുകയായിരുന്നു. 5 പേരാണ് രക്തസാക്ഷികളായത്. പുഷ്പം പിന്നീട് ജീവിക്കുന്ന രക്തസാക്ഷിയായി ദീർഘകാലം ജീവിക്കുകയും പിന്നീട് മരണപ്പെടുകയുമാണ് ഉണ്ടായത്. അപ്പോൾ യഥാർത്ഥത്തിൽ അത്തരം തെറ്റുകൾക്കെതിരായി SFI, DYFI ഈ സംഘടനകൾ നടത്തിയിട്ടുള്ള സമരം ആർക്കും മറക്കാൻ കഴിയുന്ന സമരമല്ല. നാടിനു വേണ്ടിയാണതൊക്കെ. അതെല്ലാം പുതിയ കാലത്തും വിദ്യാർത്ഥികളെ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഉത്തരേന്ത്യയിൽ SFIയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ മികവാണ് പല ക്യാമ്പസുകളിലും SFIക്ക് ജയിക്കാൻ കഴിയുന്നു. ഡൽഹിയിൽ ഈ അടുത്ത കാലത്ത് അംബേദ്കർ യൂണിവേഴ്സിറ്റിയിൽ SFI വീണ്ടും വിജയിച്ചല്ലോ. ക്യാമ്പസുകളെ വർഗീയവൽക്കരിക്കാനും വിദ്യാർത്ഥികളെ മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിലും ഭിന്നിപ്പിക്കാനും നോക്കുന്ന രാഷ്ട്രീയത്തെ ഒറ്റപ്പെടുത്തേണ്ടതുണ്ട്. ഒപ്പം
വിദ്യാഭ്യാസത്തെ കച്ചവടവൽക്കരിക്കുന്ന നയത്തെയും ചെറുത്തു തോൽപ്പിക്കേണ്ടത്. അതിൽ കേരളം വളരെ മാതൃകയാണ്. കേരളം നേരത്തെ 12ാം തരം വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം അത് പൂർണ്ണമായി സൗജന്യമാണ്. സ്കൂൾ യൂണിഫോം സർക്കാരാണ് കൊടുക്കുന്നത്. പാഠപുസ്തകം സൗജന്യമായിട്ട് സർക്കാർ സപ്ലൈ ചെയ്യുകയാണ്. മുമ്പ് UDF ഭരിക്കുമ്പോൾ പാഠപുസ്തകം കൃത്യസമയത്ത് കിട്ടാറില്ല. പരീക്ഷ കഴിഞ്ഞാലും പാഠപുസ്തകം കിട്ടില്ല. എന്നാൽ ഇന്നതല്ല, സ്ഥിതി മാറി. 5500 കോടി രൂപയാണ് കിഫ്ബിയുടെ പണം ഉപയോഗിച്ച് സർക്കാർ സ്കൂളുകൾ അന്താരാഷ്ട്ര പദവിയിലേക്ക് എത്തിച്ചത്. അങ്ങനെ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മുന്നിലെത്തിയ കേരളം ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ഇടപെടാൻ തുടങ്ങി. അതുകൊണ്ടാണ് സമീപ വർഷങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ദേശീയ റാങ്കിങ്ങിൽ കേരളം മുന്നിലെത്തിയത്. നിരവധി കോളേജുകളും സർവകലാശാലകളും കേരളത്തിലേത് മുന്നിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ മികവ് പുലർത്തിക്കൊണ്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴാണെങ്കിൽ വിജ്ഞാന കേരളം പദ്ധതിയിലൂടെ ക്യാമ്പസ് ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ട് രാജ്യത്തിനകത്തും പുറത്തുമുള്ള കമ്പനികളെ ക്ഷണിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിനിടയിൽ ജോലിക്ക് വേണ്ടിയുള്ള ശ്രമം നടത്താനുള്ള താല്പര്യമുണ്ടാക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ഫൈനൽ ഇയർ വിദ്യാർത്ഥിയായാൽ ക്യാമ്പസ് ഇൻ്റർവ്യൂയിലൂടെ ജോലി കൊടുക്കാൻ കഴിയും. പ്ലേസ്മെന്റ് കൊടുക്കും എന്നുള്ള നിലക്ക് ഇത്തവണത്തെ LDFന്റെ മാനിഫെസ്റ്റോവിലും അത് പറയുകയുണ്ടായി. അങ്ങനെ വരുമ്പോൾ ക്യാമ്പസിൽ നിന്ന് പഠിച്ചു പുറത്തേക്ക് വരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഭാവിയിൽ ജോലി കൊടുക്കാൻ കഴിയത്തക്ക നിലയിൽ പ്ലേസ്മെന്റുകൾ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഈ വിജ്ഞാന കേരളം പദ്ധതിയിലൂടെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ തീർച്ചയായും വിദ്യാർത്ഥികൾക്ക് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടം അവർക്ക് സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തക്ക നിലയിൽ പുരോഗതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളാണ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ കണ്ടതുപോലെ ജാതി വെറിയുടെ അടിസ്ഥാനത്തിലുള്ള വിദ്യാർത്ഥികളോടുള്ള പെരുമാറ്റം. അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. EMS വിഭാവനം ചെയ്ത ഒരു ജാതിരഹിത കേരളമാണ്. അതിന് EMS അടക്കമുള്ള അക്കാലത്തെ നവോത്ഥാന നായകന്മാർ നടത്തിയിട്ടുള്ള പ്രവർത്തനം വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിൻ്റെ രാജശില്പി എന്നായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി കേരളം എല്ലാ ജാതിയിലും പെട്ട എല്ലാ മതത്തിലും പെട്ട മനുഷ്യന്മാർ ഒരുമിച്ച് നിൽക്കുന്ന നാടായി മാറി. അതിൽ നമുക്ക് അഭിമാനിക്കാം. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ ചില ക്യാമ്പസുകളിൽ ജാതീയമായ വിവേചനവും പീഡനവും, ജാതി വിവേചനം മാത്രമല്ല, ചില അധ്യാപകർ സ്വാശ്രയ കോളേജിൽ പ്രത്യേകിച്ചും കുട്ടി ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ സഹപ്രവർത്തകരുടെ മുമ്പാകെ വെച്ചിട്ടാണ് കളിയാക്കുന്നത്. ഏത് വിദ്യാർത്ഥിക്കും സ്വയമായ ഒരു ആത്മാഭിമാനമുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കളിയാക്കുക എന്നുള്ളതും കുട്ടികളെ ഭാവി അപകടപ്പെടുത്തിക്കൊണ്ടുള്ള വിധത്തിൽ അവരെ പരീക്ഷയെ എഴുതിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അങ്ങേയറ്റം തെറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ മറ്റിതര വിഭാഗത്തിൽപ്പെട്ടവരുടെ നേതൃത്വത്തിൽ അഞ്ചരക്കണ്ടിയിൽ സമരം നടന്നത്. ആ സമരത്തിന് ഒരു പരിധിവരെ വിജയായി. മാനേജ്മെന്റ് ആ അധ്യാപകനെ പുറത്താക്കേണ്ടി വന്നു. അതുപോലെ തന്നെ കേസെടുത്തു. അതുപോലെ തന്നെ അവിടെ നടക്കുന്ന കൊള്ളരുതായ്മകൾ പുറം ലോകം അറിഞ്ഞു. അപ്പം ഇത്തരത്തിൽ ക്യാമ്പസുകളിൽ SFI സാന്നിധ്യം വളരെ പ്രധാനമാണെന്ന് തെളിയിക്കുന്നതാണ് നമ്മുടെ അനുഭവം. ക്യാമ്പസുകളിൽ രാഷ്ട്രീയം വേണം, സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയമല്ല. അത് ക്യാമ്പസുകളെ ജാതി വിമുക്തവും ഒപ്പം വർഗീയ വിമുക്തവുമാക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമാണ്. എല്ലാ കുട്ടികളെയും ഒരുമിപ്പിച്ച് ക്യാമ്പസുകളിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമാണ്. അതിന് SFI മുൻകൈ എടുക്കണം. മാത്രമല്ല, റാഗിങ് ഇന്ന് ഒരു കാടൻ സംസ്കാരം. എവിടെയൊക്കെ SFI സുശക്തമായോ അവിടെയൊക്കെ റാഗിങ് ഇല്ല. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ പ്രധാനമായും ക്യാമ്പസുകളെ സങ്കുചിത കക്ഷി രാഷ്ട്രീയമല്ല,
ശരിയായ രാഷ്ട്രീയത്തിലേക്ക്, ജാതിരഹിത ക്യാമ്പസാക്കി, മതനിരപേക്ഷ ക്യാമ്പസാക്കി, ഒപ്പം എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർക്ക് പഠിക്കാനുള്ള ഒരു ഇടമാക്കി, ഒരു കൂട്ടായ്മയുടെ കേന്ദ്രമാക്കി ക്യാമ്പസുകളെ മാറ്റണം. വിദ്യാർത്ഥികൾ രാഷ്ട്രീയത്തിൽ ഏർപ്പെട്ടാൽ പഠിപ്പ് മോശമാവുമെന്ന ചിന്ത ചില രക്ഷിതാക്കളിലുണ്ട്. എത്രയോ SFI നേതാക്കന്മാർ, എൻ്റെ കാലത്ത് TA ഉഷാകുമാരി അന്ന് SFIയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു. പക്ഷെ റാങ്കോടുകൂടിയാണ് ജയിച്ചത്. പിന്നെ അവർ പ്രൊഫസറായി റിട്ടയർ ചെയ്തതാണ് കേരളവർമ്മ കോളേജ്. അപ്പം ഇങ്ങനെയുള്ള എത്രയോ പേരുണ്ട്. പഠിപ്പിലും മിടുക്ക്, സംഘടനാ പ്രവർത്തനത്തിലും മിടുക്ക് കാണിക്കുന്ന നിരവധി SFI പ്രവർത്തകന്മാരെ കാണാൻ കഴിയും. അതുകൊണ്ട് ക്യാമ്പസിനെ അരാഷ്ട്രീയവൽക്കരിക്കുകയല്ല, അരാജകവൽക്കരിക്കുകയല്ല, കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാട് വിദ്യാർത്ഥികൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ മുൻകാല വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ നിന്നും ഒരുപാട് വലിയ മാറ്റങ്ങൾ ഇന്നത്തെ പല കാലഘട്ടങ്ങളിലും അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ വിദ്യാർത്ഥി സംഘടനാ രീതിയിലേക്ക് വന്നു നിൽക്കുന്ന സമയത്ത് വലിയ മാറ്റങ്ങൾ അന്നത്തതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വർഗീയത ഒരു സമയത്ത് നമുക്ക് വലിയൊരു വെല്ലുവിളിയായിരുന്നു, നമുക്ക് പ്രതിരോധം തീർക്കേണ്ടിയിരുന്നു SFIക്ക്. ഇന്ന് അതിനേക്കാളേറെ അരാഷ്ട്രീയതയ്ക്ക് പ്രതിരോധം തീർക്കേണ്ട സാഹചര്യമാണ് നമുക്ക് ക്യാമ്പസുകൾ SFIയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി എന്തൊക്കെ തരം ഇടപെടലുകൾ ഇനി SFI ഏറ്റെടുക്കണമെന്നാണ് കരുതുന്നത്? അരാഷ്ട്രീയത എന്ന് പറയുന്നത് അരാജകത്വം സൃഷ്ടിക്കുന്നതാണ്. എന്താ രാഷ്ട്രീയം എന്നത് ആദ്യം മനസ്സിലാക്കണം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പാടില്ലാത്ത എന്തോ മോശമായ ഒരു ഏർപ്പാടാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല. മഹാത്മാഗാന്ധി നേരത്തെ രാഷ്ട്രീയമായ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് വന്നതുകൊണ്ട് മഹാത്മാഗാന്ധി മോശമായോ? മഹാത്മാഗാന്ധി നേതൃത്വം കൊടുത്തിട്ടുള്ള സ്വാതന്ത്ര്യ സമരം മോശമായോ? ഇല്ല. അന്നത്തെ കാലത്ത് മഹാത്മാഗാന്ധി നേതൃത്വം കൊടുത്ത സത്യഗ്രഹ സമര പദ്ധതി ഈ രാജ്യത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തു. അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾ. അന്നത്തെ രാഷ്ട്രീയം അതായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. അതിൽ ഇന്ത്യയിലെ സകലമാന മനുഷ്യരെയും ബ്രിട്ടീഷുകാർ വർഗീയമായി ഭിന്നിപ്പിച്ച് ഭരിക്കാൻ നോക്കിയപ്പോൾ ഒന്നിപ്പിച്ച് അണിനിരത്തി സ്വാതന്ത്ര്യം നേടാൻ നമുക്ക് കഴിഞ്ഞു. അത് അന്നത്തെ കാലഘട്ടത്തിലെ രാഷ്ട്രീയമാണ്. ഇന്നെന്താ വേണ്ടത്? രാജ്യം ഭരിക്കുന്ന മോഡി സർക്കാർ രണ്ട് പ്രധാനപ്പെട്ട ആപത്തിലേക്കാണ് രാജ്യത്തെ നയിക്കുന്നത്. ഒന്ന്, മതരാഷ്ട്രത്തിലേക്ക്. അതിനെതിരെ മതനിരപേക്ഷ ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൊരുതേണ്ടതുണ്ട്. രണ്ടാമത്തെ ആപത്ത് എന്താ? കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് ഭരണം മുഴുവൻ. ഇക്കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ കോർപ്പറേറ്റുകൾക്ക് നികുതി ഏർപ്പെടുത്തേണ്ട ഒരു ഡിമാൻഡ് അവിടെ ഉയർത്തിയപ്പോൾ ഒന്നും മറുപടി പറഞ്ഞിട്ടില്ല. 2% നികുതി അദാനിക്കും അംബാനിക്കും ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റുകൾക്ക് മേൽ ചുമത്തിയാൽ നമ്മുടെ രാജ്യം പൂർണ്ണമായി വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകാനും പൂർണ്ണമായി സബ്സിഡി നിരക്കിൽ നമുക്ക് വീടുകളിൽ ഗ്യാസ് എത്തിക്കാനും കഴിയുന്ന പണം കിട്ടും. പക്ഷെ അതൊന്നുമല്ല ഭരിക്കുന്നവർ ചിന്തിക്കുന്നത്. അവരുടെ താല്പര്യം കോർപ്പറേറ്റ് അനുകൂല താല്പര്യമാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾക്ക് എതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തണം. അതാണിപ്പോൾ നോയിഡയിൽ നടക്കുന്ന ഒരു പോരാട്ടം. നോയിഡയിൽ തൊഴിലാളികൾക്ക് പട്ടിണി കൂലിയാണ്. ഒരു ദിവസം 150 ഉറുപ്പിയാണ് കൂലി. എങ്ങനെ ജീവിക്കും? അത് 12 മണിക്കൂർ ജോലി ചെയ്യണം. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്നുള്ളത് 1880കളുടെ ഒടുവിൽ നടത്തിയ ചിക്കാഗോവിൽ രക്തം ചീന്തി നടത്തിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ വിജയമാണ്. ലോകമാകെ ഇപ്പം അതൊരു നിയമമാണ്. എന്നാൽ ഇന്ത്യ ഗവൺമെൻറ് ആ നിയമം മാറ്റി 8 മണിക്കൂർ
ജോലി എന്നുള്ളത് 12 മണിക്കൂർ ജോലിയാക്കി. അപ്പൊ ഇന്ന് നാം നടത്തേണ്ട പോരാട്ടം എന്താണ്? നോയിഡ മോഡൽ കോർപ്പറേറ്റുകൾക്കെതിരായ നിലപാട് സ്വീകരിച്ചുകൊണ്ടുള്ള പോരാട്ടം നടത്തുമ്പോൾ ആ പോരാട്ടത്തെ തകർക്കുന്ന മോഡി സർക്കാരിനെതിരായിട്ടുള്ള ഒത്തൊരുമയോടുകൂടിയുള്ള പോരാട്ടമാണ്. 2 വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. ഈ 2 പോരാട്ടവുമാണ് ഇന്ന് നമ്മൾ നടത്തേണ്ടത്. അതൊരു രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൽ എല്ലാവരെയും അണിനിരത്താൻ കാണിച്ച രാഷ്ട്രീയത്തിൻ്റെ സമകാലീന രാഷ്ട്രീയമാണ് നാം വർഗീയതക്കും കോർപ്പറേറ്റുകൾക്കുമെതിരായിട്ടുള്ള സമരം. ആ പോരാട്ടം നടത്തുമ്പോൾ സ്വാഭാവികമായും അത് BJPക്കും കോൺഗ്രസിനും ഇഷ്ടപ്പെടില്ല. അപ്പൊ ക്യാമ്പസുകളിൽ ഇന്ന് ഉയർത്തിക്കൊണ്ടുവരേണ്ട രാഷ്ട്രീയം അതാണ്. അപ്പോൾ ക്യാമ്പസുകളിൽ ഉയർത്തിക്കൊണ്ടുവരേണ്ടുന്ന രാഷ്ട്രീയത്തിൽ നമ്മുടെ ക്യാമ്പസിലെ പ്രശ്നം എടുക്കാം. ഉദാഹരണത്തിന് ക്യാമ്പസിനെ കാവ്യവൽക്കരിക്കാനുള്ള ഒരു അജണ്ടയുമായി മുന്നോട്ട് പോവുകയാണ്. സിലബസിൽ കാവ്യവൽക്കരണ അജണ്ട ഉൾപ്പെടുത്തുകയാണ്. അതിനെ എങ്ങനെയാണ് വിദ്യാർത്ഥികൾ സമീപിക്കേണ്ടത്? അതിനെ അതിശക്തമായി എതിർത്തേ പറ്റുള്ളൂ. മതനിരപേക്ഷ ഉള്ളടക്കത്തോടു കൂടിയുള്ള സിലബസ് അല്ലാതെ വിദ്യാർത്ഥികളെ ഭിന്നിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയം RSSന്റെ അജണ്ടയായി വന്നാൽ അതിനെ എതിർക്കണം. അപ്പോൾ നാം ഇന്നത്തെ കാലത്ത് ക്യാമ്പസിൻ്റെ അകത്ത് ഏറ്റെടുക്കേണ്ട പ്രധാനപ്പെട്ട കടമയെന്ന് പറയുന്നത് ജാതിരഹിത ക്യാമ്പസും മതനിരപേക്ഷ ക്യാമ്പസും എന്ന കാഴ്ചപ്പാടാണ്. ആ രാഷ്ട്രീയം വിദ്യാർത്ഥികളെ പഠിപ്പിക്കണം. അപ്പം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്ത് എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം ഒന്നേ ഉള്ളൂ. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം നോക്കുന്നതാണ് രാഷ്ട്രീയമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്വന്തം കാര്യം നോക്കലല്ല, സമൂഹത്തിന് വേണ്ടിയുള്ളതാണ്. അത് ക്യാമ്പസിൽ വിദ്യാർത്ഥികളെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ഇന്നത്തെ SFI പ്രവർത്തകർക്ക് കഴിയണം. അങ്ങനെ വരുമ്പോൾ അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്ന ക്യാമ്പസ് എന്ന ചിന്തയിൽ നിന്ന് മാറും. കേരളത്തിലെ വിദ്യാർത്ഥികൾക്കിടയിൽ നിലകൊണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. കേരളത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രിവിലേജുകൾ അനുഭവിക്കുന്നവരാണ്. പുറത്തുള്ളവരെ നിന്ന് അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം ആയിക്കോട്ടെ, ചുറ്റുപാടായിക്കോട്ടെ, ഭക്ഷണം ആയിക്കോട്ടെ, ഒരു തരത്തിലും അവർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നില്ല. അവരെല്ലാ പ്രിവിലേജുകളോടും കൂടിയാണ് ജനിക്കുന്നതും കേരളത്തിൽ വളരുന്നതും പഠിക്കുന്നതും. അത് വലിയ രീതിയിൽ രാഷ്ട്രീയത്തിലേക്ക് ഇടപെടേണ്ടതില്ല, ചുറ്റിലും നടക്കുന്ന കാര്യങ്ങൾ നോക്കേണ്ടതില്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാം, ഞാൻ പണിയെടുത്താൽ എനിക്ക് ജീവിക്കാം, ഞാൻ പഠിച്ചാൽ എനിക്ക് ജീവിക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കുന്നതിൽ വലിയ രീതിയിൽ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത്. അതിലിപ്പോ സ്വന്തം കാര്യം നോക്കിയാൽ മതി എന്ന ഒരു ആ ചർച്ചയുടെ ഭാഗമായിട്ടാണ് അത് ഉയർന്നു വരുന്നത്. മനുഷ്യൻ ഒരിക്കലും ഒറ്റക്കല്ല, ഒരു കൂട്ടായ്മയാണ്. നമുക്കങ്ങനെ ഒറ്റക്കാണെന്നുള്ള ഫീലിംഗ് വരുന്നത് തന്നെ അപകടകരമാണ്. ഞാൻ ഇന്നലെ മലപ്പുറത്ത് ആ വാൾപ്പാറ അപകടം നടന്ന സ്ഥലത്ത് എല്ലാ വീടുകളും സന്ദർശിക്കുകയുണ്ടായി. മരണപ്പെട്ടവരുടെ വീടുകളാണ് സന്ദർശിച്ചത്. അവിടെ കാണാൻ കഴിഞ്ഞ ഒരു പ്രത്യേകത എന്താ? വാൾപ്പാറയിലെ അപകടം സംബന്ധിച്ച വിവരം കിട്ടിയപ്പോൾ അവിടത്തേക്ക് ഒരു ഇരുചക്രത്തിൽ പോയ ഹാരിസും സുഹൃത്തുമുണ്ട്. ഹാരിസ് ഒരു മത്സ്യ വിൽപ്പനക്കാരനാണ്. അദ്ദേഹം ഈ വിവരമറിഞ്ഞിട്ട് അദ്ദേഹവും ഒരു അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള യാത്രയിലായിരുന്നു ഈ വാൾപ്പാറ ചുരം കയറാൻ ഇരുചക്രത്തിൽ പോയത്. ഈ വിവരം അറിഞ്ഞ ഉടനെ പിന്നെ രക്ഷാപ്രവർത്തകനായി ഹാരിസ് മാറുകയാണ്. വേണമെങ്കിൽ ഹാരിസിന് ചിന്തിക്കാം, ആരോ ആണ് ഒരു ടെമ്പോ ട്രാവലിൽ വന്നിട്ടുള്ള അവര് ആരാണെന്ന് പോലും ഹാരിസിന് അറിയില്ല. ഇങ്ങനെ ഒരു വിവരം ഉണ്ടായി, കണ്ടു, ഉടൻ അദ്ദേഹത്തിന് പോകാം, വേറൊന്നും ചെയ്യാതിരിക്കാം. അങ്ങനെ ചെയ്യുന്നത് ഹാരിസ് സ്വയം അദ്ദേഹത്തെ തന്നെ മോശമായി മാറ്റുന്നതാണ്. ഉടൻ അദ്ദേഹം രക്ഷാപ്രവർത്തനത്തിൻ്റെ കൂടെ വന്നു. അദ്ദേഹമാണ് പിന്നെ എല്ലായിടത്തും വിവരങ്ങൾ അറിയിക്കുന്നത്. വിവരങ്ങൾ അറിയിച്ച ഉടൻ
2-3 മണിക്കൂറിനകം അവിടുത്തെ CPIM-ന്റെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ലോക്കൽ സെക്രട്ടറിമാർ, ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെ അവിടെ എത്തുകയാണ്. ആ കൂട്ടായ്മ പിന്നീട് ശക്തിപ്പെടുകയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് കേരള, തമിഴ്നാട് സർക്കാരുകൾ സ്തുത്യർഹമായ നടപടി സ്വീകരിച്ചത് എന്നാണ് എല്ലാ വീട്ടിലെത്തിയപ്പോഴും ഞങ്ങളോട് പറയുന്നത്. ഈ കൂട്ടായ്മ മൂലം എന്താ ഇപ്പോഴും ഉടൻ അവിടെ ഒരു വീട്ടിലെത്തിയപ്പോൾ ഒരു കുട്ടി, +2 പഠിക്കുന്ന കുട്ടി, തൻ്റെ തൊട്ട് താഴെ പ്രായമുള്ള കുട്ടിയുടെ മരണത്തിലുള്ള സങ്കടത്തിൽ ഒറ്റ മുറിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഒരു ടീച്ചർ അകത്ത് പോയി ആ കുട്ടിയെ സാന്ത്വനിപ്പിക്കുകയാണ്, കൗൺസിലിങ്ങിന് ആൾ വരികയാണ്. അപ്പം ഞാൻ ഈ ഉദാഹരണം പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം നടന്ന ഒരു അപകട മരണത്തെ തുടർന്ന് ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാനുള്ള കൂട്ടായ്മ മുതൽ ക്യാമ്പസിൽ സഹപാഠികൾ തമ്മിൽ കൂട്ടായ്മയുണ്ടാകണമെന്ന് തോന്നിയാൽ അരാഷ്ട്രീയ ചിന്ത ഒഴിവാകും. ഈ കൂട്ടായ്മയാണ് നമ്മുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ. ക്യാമ്പസിൽ വരുന്ന അരാഷ്ട്രീയ ചിന്തക്ക് എന്താണ് പകരം? അരാഷ്ട്രീയ ചിന്ത വരാൻ കാരണം എന്താ? നമുക്ക് ഇവിടെ എല്ലാ സൗകര്യവും കിട്ടുന്നുണ്ട്. നമ്മൾ ഇനി ക്യാമ്പസിൽ പഠിച്ചിട്ട് പിന്നെ ജോലി കിട്ടാൻ നോക്കുക എന്നല്ലാതെ വേറൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അവനവനിസത്തിലേക്ക് മാറുന്നതിന് പകരം ആ ക്യാമ്പസിലുള്ള സഹപാഠികളിലും കൂട്ടായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അതൊരു ശക്തിയായി മാറും. ആ ശക്തി തെറ്റായ കാര്യങ്ങൾക്കെതിരായിട്ടുള്ള ഒരു കരുത്തായി മാറിയാലോ അത് കരുത്തായി മാറും. കുട്ടികളെ തെറ്റിലേക്ക് എത്തിക്കാൻ പാടില്ല. മാത്രമല്ല, ഇന്നിപ്പം ജെൻസി എന്ന് പറഞ്ഞുകൊണ്ട് ചിലരിലെത്തുന്ന ഒരു കൂട്ടായ്മ എന്താ? നമുക്കിപ്പം വീട്ടിൽ വേറെ അല്ലലൊന്നുമില്ല, അപ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് കിട്ടുന്ന കാശ് ഉപയോഗിച്ച് കുറച്ച് മയക്കുമരുന്നെല്ലായിട്ട് പോകാന്നുള്ള ചിന്ത വന്നാലോ അപകടം. ആ മയക്കുമരുന്ന് 1-2 കുട്ടികളാണ് ക്യാമ്പസിൽ എത്തിക്കുന്നതെങ്കിൽ അതിനെതിരായി ക്യാമ്പസിലുള്ള കുട്ടികൾ ഉണ്ടാക്കുന്ന കൂട്ടായ്മയാണ് രാഷ്ട്രീയം. മയക്കുമരുന്നിനെതിരായ കൂട്ടായ്മ. എന്നാൽ മയക്കുമരുന്നിന് അനുകൂലമായ കൂട്ടായ്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ പുറപ്പെട്ടാലോ അതാ ക്യാമ്പസ് നാശത്തിലേക്ക് എത്തും. അതുകൊണ്ട് കൂട്ടായ്മ എന്ന് പറയുന്നതാണ് രാഷ്ട്രീയം. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് അനീതിക്കും തെറ്റുകൾക്കും എതിരായിട്ടുള്ള ഒരുമിച്ച് നിൽക്കലാണ്. അതുകൊണ്ട് അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്ന ക്യാമ്പസ് ഒരിക്കലും ഗുണമല്ല. മാത്രമല്ല, ഇന്നത്തെ ഈ പ്രിവിലേജ് എന്ന് പറയുന്ന നേട്ടങ്ങൾ നേടാൻ കഴിഞ്ഞത് എങ്ങനെയാ? ഈ കൂട്ടായ്മ കൊണ്ടല്ലേ. എങ്ങനെയാണ് കേരളത്തിൽ വിദ്യാഭ്യാസ സൗജന്യമായത്? സെക്കൻഡറി തലം വരെ ഇടതുപക്ഷം ഭരിച്ചതുകൊണ്ടും SFI നടത്തിയ സമരം കൊണ്ടും. SFI നടത്തിയ തുടർച്ചയായ സമരമാണല്ലോ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകം സൗജന്യമായി നൽകണം, യൂണിഫോം നൽകണം. ഈ ഡിമാൻഡ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിയ സമരവും ഇടതുപക്ഷം അധികാരത്തിൽ വന്നതുമല്ലേ യഥാർത്ഥത്തിൽ കേരളത്തിൽ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെയുള്ള അവകാശങ്ങൾ നേടാൻ കഴിഞ്ഞത്. ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചല്ലോ, സൗജന്യമാക്കുമെന്ന് പ്രഖ്യാപിച്ചല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മളെ കൂട്ടായ്മയിലൂടെ SFI ഇല്ല എന്ന് വിചാരിക്കുക, SFI ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ അവകാശങ്ങളൊന്നും ഏറ്റെടുക്കുന്നില്ല എന്ന് വിചാരിക്കുക, പിന്നെ ആ ക്യാമ്പസ് ആകെ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ആകെ അരാജകവൽക്കരിക്കപ്പെട്ടു പോകുമല്ലോ, അവരുടെ അവകാശങ്ങൾ ആകെ ഹനിക്കപ്പെടുമല്ലോ. ഇത് ഉത്തരേന്ത്യയിൽ നേടിയെടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ കേരളത്തെ ചൂണ്ടിക്കാട്ടിയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ SFI പ്രവർത്തകന്മാർ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തും. അതുകൊണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഇന്ന് പ്രിവിലേജായി കിട്ടുന്ന എല്ലാ കാര്യങ്ങളും സംഘടനാപരമായി അണിനിരുന്നതുകൊണ്ടും സമരം ചെയ്തതുകൊണ്ടുമാണ്. അത് SFIയുടെ പങ്ക് വളരെ വലുതാണ്. അപ്പോൾ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ജെൻസി കുട്ടികളോട്, ജെൻസി വിദ്യാർത്ഥികളോട് എന്താണ് പറയാനുള്ളത് എന്നുള്ള ഒരു ചോദ്യത്തോടുകൂടി ഇത് അവസാനിപ്പിക്കാം. ജെൻസി വിദ്യാർത്ഥികൾ എന്ന് വിശേഷിപ്പിക്കുന്നവർ നമ്മുടെ ക്യാമ്പസിലെ കാര്യശേഷിയുള്ള വിദ്യാർത്ഥികൾ തന്നെയാണ്. അവര് സമൂഹത്തെ ശരിയായി മനസ്സിലാക്കണം. തങ്ങളുടെ മാതാപിതാക്കൾ എങ്ങനെ ജീവിക്കുന്നു, അവരെങ്ങനെയായിരുന്നു, എന്താണ് സമൂഹത്തിൻ്റെ സ്ഥിതിവിശേഷം, ഇത് കൃത്യമായി അവർക്ക് തിരിച്ചറിയാൻ കഴിയത്തക്ക നിലയിൽ മാറിയാൽ ജെൻസി വിദ്യാർത്ഥികളും യഥാർത്ഥത്തിൽ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് മാറും. 2-3 വിധത്തിലുള്ള അപകടത്തെയാണ് നമ്മൾ എതിർക്കേണ്ടത്. ഒന്ന്, വർഗീയമായി യോജിക്കുന്നതിനെ എതിർക്കണം.
സഹപാഠികൾ മറ്റു മതത്തിൽപ്പെട്ടവരാണെങ്കിൽ അവർ ശത്രുവാണെന്നുള്ള ചിന്തയെ നമ്മൾ ഒഴിവാക്കണം. ജാതീയമായി വേർതിരിക്കുന്ന ചിന്ത നമുക്ക് ഒഴിവാക്കണം. ഇതൊഴിച്ചു നിർത്തി ജൻസി എന്ന് പറഞ്ഞ വിഭാഗത്തിൽ കുട്ടികൾ അണിനിരന്നാലും പഠിപ്പും ശ്രദ്ധിക്കണം, സമൂഹത്തിൻ്റെ പൊതുവായ കാര്യങ്ങളും ശ്രദ്ധിക്കണം. അങ്ങനെ വന്നാൽ SFI പ്രവർത്തകന്മാർക്ക് ജൻസി വിദ്യാർത്ഥികളടക്കം നല്ലതുപോലെ പിന്തുണക്കാൻ കഴിയുന്ന, അവർ കൂടി പിന്തുണക്കുന്ന പ്രസ്ഥാനമായിട്ട് മാറുക തന്നെ ചെയ്യും. അതുകൊണ്ട് ജൻസി എന്ന് പറയുന്ന പ്രയോഗം തന്നെ ശരിയാണോ എന്നാണ് എൻ്റെ ഒരു തോന്നൽ. എന്തെന്നായാലും അങ്ങനെയൊരു പ്രയോഗം ഇപ്പം വന്നു കഴിഞ്ഞു. ആ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യത്യസ്തരായവരാണ് തങ്ങളെന്ന ചിന്തയാണെങ്കിൽ അത് തികച്ചും തെറ്റാണ്. കൂട്ടായ ഒരു കൂട്ടരാണ് ഇവർ. പിന്നെ ജൂനിയർ സീനിയർ ഈ തർക്കങ്ങളും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ജൻസി വിദ്യാർത്ഥികളടക്കം SFIയുടെ ഭാഗമാണ്. പിന്നെ അവരെല്ലാം ഇങ്ങനെ ഇപ്പോൾ ഒരു ക്ലാസ്സിൽ വരുന്ന കുട്ടികൾ, അവർ ചില ദിവസങ്ങളിൽ ഒരേ യൂണിഫോമിൽ വരുന്നു. അതൊരു മഹാ ആപത്തായിട്ട് ആരും കരുതരുത്. ചില വിദ്യാർത്ഥികൾ ഒരുമിച്ച് ക്യാമ്പസിൽ ഒരിടത്ത് കൂടിയിരിക്കുന്നതൊന്നും തെറ്റാണെന്ന് നമ്മൾ കണ്ടുകൂടാ. അവർ ഒരു പ്രദേശത്ത് നിന്ന് വരുന്നവരോ അല്ലെങ്കിൽ സഹപാഠികളോ എന്ന നിലയിൽ കൂടിയിരിക്കുന്നതാണ്. അങ്ങനെയെല്ലാം ഉള്ള പ്രവണതകളെ അരാഷ്ട്രീയമായ സംഗതിയായിട്ടോ അരാജക ചിന്തയായിട്ടോ വ്യാഖ്യാനിക്കരുത്. അങ്ങനെയും അപകടമുണ്ട്. ഒരു മുദ്ര കുത്തൽ കുട്ടികൾക്ക് നേരെ ഉണ്ടാകാൻ പാടില്ല. അവർ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം. അപ്പോൾ കുട്ടികൾ, അവരുടെ പ്രായത്തിലുള്ളവർ ആ പ്രായമനുസരിച്ച് തന്നെ അവരൊരുമിച്ച് കളിക്കട്ടെ, പഠിക്കട്ടെ, അങ്ങനെ വളർന്നു വരട്ടെ. ഈ ചിന്ത മുതിർന്നവർക്കും ഉണ്ടാവണം. അപ്പോൾ എന്നാൽ നമുക്ക് ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ ഇത്രയും നേരം സ്റ്റുഡൻറ് ലൈവിനോടൊപ്പം ഉണ്ടായിരുന്നതിന് ജയരാജേട്ടന് നന്ദി. സ്റ്റുഡൻറ് ലൈവിന് നന്ദി. ഓക്കെ.